രാമപുരത്ത് വാര്യർ. മീനച്ചിൽ താലൂക്കിൽ രാമപുരം എന്ന സ്ഥലത്താണ് വാര്യർ ജന്മം കൊണ്ടതെന്ന് കരുതുന്നു. ഇദ്ദേഹം ജനിച്ചത് 9-ാം ശതാബ്ദത്തിന്റെ അവസാനത്തിലാണെന്നും കരുതുന്നു. ഇദ്ദേഹം നല്ല കവിതാവാസനയുള്ള ആളായിരുന്നു എന്നതിന്റെ പ്രധാന തെളിവാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. അതുകൂടാതെ ചില ഒറ്റ ശ്ലോകങ്ങളും കീർത്തനങ്ങളും മറ്റുമല്ലാതെയൊന്നും ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളതായി കാണുന്നില്ല. ഇദ്ദേഹം വഞ്ചിപ്പാട്ട് എഴുതാനുള്ള കാരണം പറയാം. രാമപുരത്ത് വാര്യർ ദാരിദ്ര്യം സഹിക്കവയ്യാതായിട്ട് സ്വദേശം വിട്ടു പുറപ്പെട്ട് വൈക്കത്ത് ചെന്നു ചേർന്നു. ഈ ദാരിദ്ര്യ ദുഃഖം വൈക്കത്ത് അപ്പൻ തന്നെ തീർത്തു തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇദ്ദേഹം ഇവിടെ ഒരു സംവത്സര ഭജനം തുടങ്ങി. വൈക്കത്ത് ഊട്ടുപുരയിൽ സദ്യയുള്ള ദിവസം മാത്രം ഒരു നേരം ഊണ് കഴിക്കാം, സദ്യയില്ലെങ്കിൽ അന്ന് ഉണ്ണുകയും വേണ്ട എന്നുള്ള നിശ്ചയത്തോടു കൂടിയാണ് അദ്ദേഹം ഭജനം തുടങ്ങിയത്. അദ്ദേഹം ഭജനം തുടങ്ങിയതിൽ പിന്നെ അവിടെ ഒരു ദിവസവും മുടങ്ങാതെ സദ്യ ഉണ്ടായിരുന്നുവെന്നാണ് കേട്ടിട്ടുള്ളത്. ഭജനകാലം കൂടുന്ന ദിവസം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് വൈക്കത്തെഴുന്നള്ളി. വാര്യർ മഹാരാജാവിനെ സ്തുതിച്ച് 4-5 ശ്ലോകങ്ങൾ ഉണ്ടാക്കി എഴുന്നള്ളത്തോടുകൂടെ ഉണ്ടായിരുന്ന രാമയ്യൻ ദളവാ മുഖാന്തരം തൃക്കൈയിലെത്തിച്ചു. തിരികെ പുറപ്പെട്ട് ബോട്ടിൽ എഴുന്നള്ളുന്ന സമയം കടവിൽ വാര്യരും ഹാജരുണ്ടായിരുന്നു. വാര്യരും കൂടി ബോട്ടിൽ കയറിക്കൊള്ളുന്നതിന് കൽപ്പിക്കുകയും വാര്യരും കൂടി കയറുകയും ചെയ്തു. ബോട്ട് നീങ്ങി കുറെ പോയപ്പോൾ വാര്യർ ഒരു വഞ്ചിപ്പാട്ടുണ്ടാക്കി പാടുന്നതിന് തമ്പുരാൻ കൽപ്പിച്ചു. ആ കൽപ്പന പ്രകാരമാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ടുണ്ടാക്കിയത്. വഴിക്കൊക്കെ വാര്യർ പാട്ടുണ്ടാക്കുകയും പാടുകയും ചെയ്തു കൊണ്ടുപോയി. ബോട്ട് തിരുവനന്തപുരത്ത് കൽപ്പാലക്കടവിൽ അടുത്തപ്പോഴേക്കും പാട്ട് മുഴുവനാക്കുകയും ചെയ്തു. ആ പാട്ടിൽ എങ്കലുള്ള പരമാർത്ഥം പാട്ടുകൊണ്ടുണ്ടാം എന്ന് പ്രയോഗിച്ചിരിക്കുന്നതുകൊണ്ട് വാര്യർ കുചേലനെ പോലെ ദരിദ്രനാണെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് വന്നു ചേർന്നയുടനെ വാര്യർക്ക് താമസിക്കുന്നതിന് ഒരു സ്ഥലവും ആഴ്ചമുറയ്ക്ക് എണ്ണയും 2 നേരവും അടുത്ത് ഭക്ഷണവും മറ്റും കൊടുക്കുന്നതിന് കൽപ്പിച്ചു ചട്ടം കെട്ടി. അങ്ങനെ വാര്യർ കുറച്ചു ദിവസം അവിടെ താമസിച്ചു. ഒടുക്കം മുഖം കാണിച്ച് യാത്ര അറിയിച്ചു പോയ സമയം വാര്യർക്ക് യാതൊന്നും കൽപ്പിച്ചു കൊടുത്തില്ല. കുചേലൻ ദ്വാരകയിൽ നിന്നെന്ന പോലെ വാര്യർ ഏറ്റവും വിഷാദത്തോടുകൂടി തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങിപ്പോയി. സ്വഗൃഹത്തിനടുക്കൽ ചെന്നപ്പോഴും വാര്യർക്ക് കുചേലനുണ്ടായതുപോലെയുള്ള പരിഭ്രമവും അന്താളിപ്പുമൊക്കെ ഉണ്ടായി. വാര്യർ തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന കാലം കൊണ്ട് കൽപ്പനപ്രകാരം വാര്യരുടെ ഗൃഹം വലിയ മാളികയായിട്ട് പണിയിക്കുകയും ഗൃഹത്തിൽ വേണ്ടുന്ന സകല പാത്രങ്ങളും അവിടെയുള്ളവർക്കെല്ലാം ആഭരണങ്ങളും കരമൊഴിവായിട്ട് വളരെ വസ്തുക്കളും കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞിരുന്നു. അനന്തരം വാര്യർ കുചേലനെ പോലെ അർത്രമിത്ര പുത്ര കളത്രാദികളോടും മഹാരാജാവെങ്കിലും ഈശ്വരനിലും വളരെ ഭക്തിയോടും കൂടി സുഖമായി ജീവിക്കുകയും ചെയ്തു.